നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ കഥയിൽ നമ്മൾ കാണുന്ന വിക്രത്തിനെ വേദയും തെറ്റിക്കാൻ പോകുന്ന ശ്രീകാന്തിനിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വിക്രം ഒടുവിൽ മലയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ഇനിയിപ്പം മകരവിളക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മലയ്ക്ക് പോയിട്ട് വരണം. അപ്പം വിക്രം താമസിച്ച പോലും ഇതിൻ്റെ ഇടയ്ക്ക് മാഷിനെ കാണാതെ വന്നുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ വിക്രം മകരവിളക്കിന് പോകാനായിട്ട് ഇരുന്നാണ്. അപ്പൊ അങ്ങനെ മലയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീടൊന്നും ഉണർന്നു. അച്ചമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പൊ വീട്ടിൽ വെച്ച് കെട്ടുനിറച്ച് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. നന്ദിനിക്ക് അച്ചമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല, ജോലി ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിലും ആ പഴയ സന്തോഷം കാര്യങ്ങളൊന്നും വേദയുടെ മുഖത്ത് അച്ചമ്മ കണ്ടില്ല. അച്ചമ്മയ്ക്ക് അപ്പോഴേ വേദയുടെ കാണിച്ച് ചില സംശയങ്ങളൊക്കെ തോന്നി. പിന്നീട് അച്ചമ്മ വേദയെ മാറ്റിയെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? എന്തൊരു പ്രശ്നമുണ്ടല്ലോ, നീയും വിക്രവും തമ്മിൽ എന്തേലും കാര്യത്തിന് ഉടക്കി ഉണ്ടാക്കിയോ? സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിലോ വേദയുടെ മുഖം വാടിയിരിക്കണേ. പക്ഷെ വേദ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അച്ചമ്മ ഓർത്തോണ്ടിരുന്നേ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും, നിസ്സാര കാര്യമായിരിക്കും എന്നാ. പക്ഷേ വേദയ്ക്കെല്ലാം അറിയുള്ളൂ. തൻ്റെ ഈ വീട്ടിലെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വിക്രം മലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ താൻ ഈ വീട് വിട്ടിറങ്ങണം. തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം. വിക്രം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് പെട്ടെന്ന് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വിക്രം മലയ്ക്ക് പോകുന്ന ദിവസം എത്തി. വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അപ്പം വിക്രത്തിൻ്റെ കൂടെ പോവാനായിട്ട് രാജേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് കിട്ടുന്നറയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ആ സമയത്തൊക്കെ വേദയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഒരു പക്ഷേ വിക്രം കെട്ടുനിറച്ച് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് താനിവിടെ കാണത്തില്ല. ഇപ്പം സ്വാമി തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. തൻ്റെ അച്ഛന് ഇനി എന്തെങ്കിലും സംഭവിക്കും. ഒരു തവണ തട്ടിക്കൊണ്ട് പോയതാ മാഷിനെ. ഇനിയിപ്പോൾ ശ്രീകാന്തനൊക്കെ ഇതല്ല, ഇതിൻ്റെ അപ്പുറമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. തൻ്റെ നമ്പർ വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ വേദയ്ക്ക് നന്നായിട്ടറിയാം. വേദയുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും വിക്രം കണ്ടില്ല. അന്നും താൻ കെട്ടുമുറുക്കി പോകുന്നതായിട്ട് പോലും. അങ്ങനെ നെയ്മുദ്ര നിറയ്ക്കണ സമയത്തൊക്കെ വേദ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അയ്യപ്പസ്വാമിയോട്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കെട്ട് നിറച്ച് വിക്രം ഇറങ്ങുവാണ്. വിക്രം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു സങ്കടമായിരുന്നു. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ താൻ എന്താണ് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ശരിയാവും. വേദയുമായിട്ട് ഇത് പഴയതുപോലെയല്ല, നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വിക്രം അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കയറി പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഭഗവാനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചാണ് വിക്രം പോകുന്നത്. അങ്ങനെ പേട്ട ചെന്ന് പേട്ട തുള്ളിയൊക്കെയാണ് വിക്രമൊക്കെ പോകുന്നത് തന്നെ. വിക്രത്തിൻ്റെ കൂടെ രാജേട്ടനൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് വേദയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. അങ്ങനെ വിക്രം ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വേദ എന്ത് ചെയ്തു, തൻ്റെ ഡ്രസ്സൊക്കെ ഒരു ബാഗിനകത്തേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വന്നു. ശ്രീജ വന്നിട്ട് ചിന്താ വേദയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ പോവാച്ചി, എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രീജയ്ക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് വേദന് തക്കതായ മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ശ്രീജ എന്ന് കമലയോട് പറഞ്ഞു. കമലയ്ക്കൊക്കെ അത് കേട്ടപ്പോൾ ഒരു അന്താളിപ്പായിരുന്നു. കാര്യം എന്താണെന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. പോവാന്ന് മാത്രം വേദ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ. വിക്രത്തെ നന്നാക്കാനായിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ വിക്രം നന്നാകുന്ന ലക്ഷണം കാണുന്നില്ല. വീണ്ടും ആ ശ്രീനിവാസനുമായിട്ട് കൂട്ടുകൂടിയിരിക്കുക. എൻ്റെ പ്രതീക്ഷകളൊക്കെ താർന്നു. അത് കേട്ടപ്പം കമല പറഞ്ഞു, മോളെ വിക്രം വന്നിട്ട് പോരെ, വിക്രത്തോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അവനെ ഇത്ര വരെ എത്തിച്ചല്ലേ, മോള് കാരണം അവന് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ വേദയ്ക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇനി ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കയറി ശ്രീകാന്ത് പണി കൊടുക്കും. പിന്നെ വീണ്ടും പ്രശ്നങ്ങളാവും. വിക്രവും ശ്രീകാന്തും തമ്മിൽ പ്രശ്നങ്ങളാവും. അത് വലിയ പ്രശ്നത്തിനാ കലാശിക്കുള്ളൂ. താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകല്ല, ആർക്കും ഒരു വേദന ഉണ്ടാവരുത് എന്ന് മാത്രമേ വേദ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേദ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷം. നന്ദിനി പോയി വിനായകനോട് പറഞ്ഞു, വിനയേട്ടാ അതേ വേദ കെട്ടിപ്പുറക്കി പോകാൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. പോകാൻ തുടങ്ങും എങ്ങോട്ട്?
അവളുടെ വീട്ടിലേക്കോ? ഓ, ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ അയ്യപ്പസ്വാമി, ഇപ്പോഴാ നീ അതിന് വഴി കാണിച്ചു തന്നെ. എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. വിനായൻ പറഞ്ഞു, നീയൊക്കെ ഒരു ഭാര്യ ആണോടി? വിക്രത്തിന്റെ ജീവിതം താരുന്ന സമയത്താണ് നീ സന്തോഷിക്കുന്നത്. പിന്നെ സന്തോഷിക്കുന്ന പോലും വേദ പോവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ വിനയേട്ടനെ അവൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവൾ പോയി കിട്ടിയ മനസമാധാനമായി. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, സന്തോഷമായി. അവളിവിടെ ഉണ്ടെങ്കിലേ ശ്രീജേടത്തേക്ക് അതൊരു ധൈര്യമാണ്. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോകുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾ കാരണം എനിക്കും പല പ്രശ്നങ്ങളാണ്. അപ്പോഴേക്കും വിനായൻ ചോദിച്ചു, നിനക്കെന്താടി പ്രശ്നം? പിന്നെ അവൾ രാവിലെ ജോലിക്ക് പോകുന്നു വരുന്നു, ഞാനിവിടെ അടുക്കള കയറി ജോലി ചെയ്യുന്നു. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാരണമില്ലെങ്കിലും നന്ദിനിക്ക് വേദയുടെ അസൂയം കുശുമ്പായിരുന്നു. അങ്ങനെ വേദ പോകാനായിട്ട് ഭാഗം എടുത്തോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മാഷ് അങ്ങോട്ട് വന്നു. മാഷ് വന്നിട്ട് കാര്യങ്ങൾ തിരക്കുവാണ്. പക്ഷെ വേദ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് പോകണം വച്ചാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരും എന്നെ തടയില്ലെന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സങ്കടമായി. കമല പറഞ്ഞു, മോളെ നീ പോവരുത്, നീ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേദ സമ്മതിച്ചില്ല. അവസാനം കമല കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി കയറിപ്പോയി. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പക്ഷെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് വേദ ആത്മസമയനം പാലിച്ച് കരയാതിരുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. മാഷിനൊക്കെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ശ്രീജയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ശ്രീജ അകത്തേക്ക് കയറി നീപ്പത്തിനും വിശ്വം ചോദിച്ചു, എന്താ ശ്രീജ, വേദയ്ക്ക് ഇത് എന്താ സംഭവിച്ചേ? അല്ല, വിക്രം വന്നിട്ട് പോകാമെന്ന് പറഞ്ഞല്ലേ? ഒരു പക്ഷെ അവനുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പറഞ്ഞ് തീർക്കാവുന്നല്ലേ ഉള്ളൂ. എനിക്കറിയില്ല വിശ്വേട്ട എന്താന്ന്. വേദ ഒന്നും പറയണില്ല. വിക്രത്തിനും അറിയത്തില്ല എന്താ കാരണം എന്താന്ന്. പക്ഷേ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണം. പക്ഷെ ഇതൊന്നും വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. വിക്രം ഭയങ്കര സന്തോഷത്തോടിട്ട് മല ചവിട്ടി പ്രാർത്ഥിക്കുന്ന ഭഗവാനോട് എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തോണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരികെ ശബരിമലയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്തൊക്കെ കമലയാണെങ്കിൽ ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. വേദ പോയതിൻ്റെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോഴാണ് വേദ വീട്ടിലിരുന്നുള്ളത് കാര്യം അറിയണേ. നന്ദിനിയാണ് പോയി പറഞ്ഞു കൊടുക്കുന്നത്. വേദ അവളുടെ വീട്ടിലേക്ക് പോയി. നീയുമായിട്ടൊരു ജീവിതം ഇല്ലെന്നും പറഞ്ഞാൽ പോയെന്നൊക്കെ. വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. സഹിക്കാൻ പറ്റിയില്ല. വേദ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും അറിയത്തില്ല. ആ സമയം വേദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പത്മത്തിനൊരു അന്താളിപ്പായിരുന്നു. ശ്രീകാന്തിന് സന്തോഷമായി. ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൾ എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. ചന്ദ്രശേഖരൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവൾ ഒരു കാരണവശാലും അവിടുന്ന് പോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിൻ്റെ പേപ്പറുകളൊക്കെ കൊടുക്കണം. അറിയാലോ, അതിനുശേഷം വേണം ദർശനമായിട്ടുള്ള വിവാഹം നടത്താനെന്ന്. പക്ഷേ വേദ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പത്മയാണെങ്കിലും ശങ്കരനാരായണനും വേദയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ വേദ ഒന്നും മറുത്തൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വന്നേ? എനിക്ക് വിക്രത്തിനോട് ജീവിക്കാണ്ട് താല്പര്യം തോന്നുന്നില്ല. വിക്രം നന്നാവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പം വിക്രത്തോടൊപ്പം എനിക്കൊരു ജീവിതം ഇല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ശ്രീകാന്താണ് അതിന് കാരണം എന്നുള്ള കാര്യമൊന്നും വേദ പറഞ്ഞതുമില്ല. പിന്നീട് മുറിയിലെത്തി വേദ കരയണ സമയത്ത് ദീപ്തി അങ്ങോട്ട് ചെന്ന് ദീപ്തി ചോദിക്കുന്നുണ്ട്. ദീപ്തി ചോദിച്ചിട്ടും വേദ ഒന്നും പറയാൻ കൂട്ടാക്കില്ല. ഒടുവിൽ ദീപ്തി പറഞ്ഞു, എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വേദയേച്ചി ഇങ്ങനെ വരത്തില്ല. വിക്രമേട്ടനുമായിട്ടുള്ള പ്രശ്നമല്ലാന്ന് എനിക്കറിയാം. വേറെന്തോ കാര്യമാണ്. ചേച്ചി എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് വിക്രം വീട്ടിലേക്ക് വന്നിട്ട് വേദയെ വിളിക്കുകയാണ്. പക്ഷേ വേദ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല. വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് വിക്രം വേദയെ കൂട്ടാനായിട്ട് അങ്ങോട്ട് വരുവാണ്. വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല. വീട്ടിലാണെങ്കിൽ കമലയുടെ മാഷിൻ്റെ ഒക്കെ വിഷമം സഹിക്കാൻ പറ്റില്ല. അതിനേക്കാളുപരി വേദ മുറിയിലില്ലാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സങ്കടമായി. ഇത്രയും ദിവസം എന്തൊക്കെ പറഞ്ഞാലും വേദ ഒരു ദിവസം പോലും അവിടെ നിന്ന് മാറി നിന്നിട്ടില്ല. എത്ര വഴക്കാന്ന് പറഞ്ഞാലും വിക്രത്തോടൊപ്പം തന്നെയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. ഇതിനേക്കാളും വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും വേദ കൂട്ടാക്കിയില്ല പോവാനായിട്ട്. വിക്രത്തിന് മനസ്സിൽ വേദയുമായിട്ടുള്ള ആ നല്ല നല്ല ദിവസങ്ങളൊക്കെ ആയിരുന്നു. കാട്ടിലൊക്കെ പോയ സമയത്ത് അവളുമായിട്ടുള്ള, കാരണം അകന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവരവരുടെ മനസ്സിൽ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം പറഞ്ഞ്. അതുപോലെ തന്നെയായിരുന്നു വേദ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് വേദയുടെ കഴുത്തിൽ വിക്രം താലി കിട്ടിയെങ്കിലും പക്ഷേ ഇപ്പം അവർക്ക് അങ്ങനെയല്ല. അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും തീരാത്ത പ്രണയമുണ്ട്. അത്രമാത്രം ഇഷ്ടമുണ്ട്. അവരകന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അതിൻ്റെ വില മനസ്സിലാകുന്നത്. വിക്രമാണെങ്കിലും തിരിച്ചറിയുമായിരുന്നു വേദയെ താൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ വേദ ആ സത്യം തിരിച്ചറിഞ്ഞു. പിന്നീട് വിക്രം വേദയെ കാണാൻ സംസാരിക്കാനും ചെന്നെങ്കിലും വേദ വിക്രത്തിനെ മടക്കി അയക്കുകയോ ചെയ്തേ. ഞാനിനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് ഒട്ടും അതും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദയുടെ വാക്കുകളൊക്കെ. ഒടുവിൽ ദീപ്തിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുവാണ് ഇവരുടെ പെരുമാറ്റത്തിൽ വേദയുടെയൊക്കെ. പിന്നീടാണ് ദീപ്തി ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തിക്ക് സഹിച്ചില്ല. വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് കാരണം കൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ.
ദീപ്തിക്ക് അങ്ങനെ ഇത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നീട് ശങ്കരനാരായണൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശങ്കരനാരായണൻ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തിനെ പിടികൂടി പഞ്ഞിക്കിടുന്നുണ്ട്. ഒടുവിൽ ഡിവോഴ്സിന് കൊടുക്കാമെന്നൊക്കെ വലിയ സന്തോഷത്തോടെ ഇരുന്ന ശ്രീകാന്താണ് വേദയുടെയും വിക്രത്തിൻ്റെ ഡിവോഴ്സ് നടത്താമെന്ന് ഓർത്തിരുന്നത്. പക്ഷേ എങ്കിൽ അവസാനം അങ്ങനെ ശ്രീകാന്തിന് നല്ല പണി തന്നെ ശങ്കരനാരായണൻ കൊടുത്തു. മേലെ നിന്നെ വീട്ടിൽ കണ്ടുപോയേക്കല്ല, ഇറങ്ങിപ്പോയിക്കോടെ അവിടുന്ന്, ഇതുപോലെ സ്വന്തം പെങ്ങളുടെ ജീവൻ നശിപ്പിച്ചിട്ടാണോടാ നീ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വിക്രമൻ പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയണേ. ഒടുവിൽ വേദ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള അവരുടെ വിരഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്ത് അവർ ശരിക്കും തിരിച്ചറിയുക എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രത്തിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വേദയുടെ വില എന്താണെന്നൊക്കെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും പരിപാടികളൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോവാണ്. അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.